പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ? ചില മനുഷ്യർ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്, അതായത് ഇരുട്ടിലാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം ഉണ്ടാകത്തില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ? ചില മനുഷ്യർ എപ്പോഴും ദുഃഖത്തിലായിരിക്കും, എപ്പോഴും കഷ്ടതയിലായിരിക്കും, എപ്പോഴും കണ്ണുനീരിലായിരിക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കാലത്തും മറുപടി കിട്ടാത്തൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇരുട്ടാണെന്നും അവരുടെ ജീവിതത്തിൽ വെളിച്ചം കടന്നു വരുന്നില്ല എന്നും പറയാൻ കാര്യം. എന്താണ് അവരുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാവാൻ കാര്യം, അഥവാ അവർ അന്ധകാരത്തിലിരിക്കാൻ കാര്യം? ഈ ഇരുട്ട് എന്ന് പറയുന്ന അവരുടെ ഹൃദയത്തിൽ ഒരു കാലത്തും സന്തോഷം ഉണ്ടാവത്തില്ല. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ദുഃഖം, സങ്കടങ്ങൾ നിറഞ്ഞിരിക്കും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കണമെന്നറിയാമോ? പലവിധ വിചാരങ്ങളാൽ ആയിരിക്കുന്നത് കൊണ്ട്. ആമേൻ. നമ്മൾ ഒരിക്കലും അതായത് നാളെ എന്ത് ചെയ്യും, എൻ്റെ മക്കള് എന്തായി തീരും, എൻ്റെ മക്കളുടെ ഭാവി എന്തായി തീരും, എൻ്റെ രോഗാവസ്ഥകൾക്ക് എന്താണ് ഒരു പരിഹാരം, നാളെ എങ്ങനെ മരുന്ന് മേടിക്കാം, നാളെ എങ്ങനെ അരി മേടിക്കാം, എന്നൊക്കെയുള്ള പലവിധ വിചാരങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആമേൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും സന്തോഷം അഥവാ വെളിച്ചം ഉണ്ടാകത്തില്ല. ഈ സന്തോഷം അവരുടെ കുടുംബത്തിലെ മറ്റുള്ളവരെയും ബാധിക്കും. കാരണം എപ്പോഴും വായു കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ, അയ്യോ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. അത് പിശാചിനെ കയ്യിൽ വടി കൊടുത്തിട്ട് അടിക്കാൻ പറയുന്നതിന് തുല്യമാണ്. ആമേൻ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പ്രത്യാശയോട് ജീവിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വെയിറ്റ് തൂക്കിയെടുത്തിട്ട് എൻ്റെ ഈ 2 ഷോൾഡറും ഈ 2 ഷോൾഡറിൻ്റെയും ജോയിൻ്റ് ഇളകി താഴോട്ട് പോകുന്നു. അപ്പം ഇതെന്താണ് സംഭവമെന്ന് എനിക്കറിയില്ല. വേദനയാണെങ്കിലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കയറി അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഈ ജോയിൻറ്റിന് പ്രശ്നം ഉണ്ടായിട്ട് അത് കുറച്ച് താഴോട്ടായിട്ടുണ്ട്, എന്തോ അവർ ഈ ഉറയോ എന്തോ ഇട്ട് നോക്ക്, ശരിയായില്ലെങ്കിൽ നമുക്ക് കമ്പി ഇടാന്നാണ് പറഞ്ഞത്. ആമേ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നോക്കിയിട്ട് അത് ഒരു തരത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് രോഗവിവരം പിടികിട്ടിയല്ലോ. ഞാൻ എന്ത് ചെയ്തു, അവർ പറഞ്ഞ ഒന്നും ഞാൻ കേൾക്കാൻ പോയില്ല. കാരണം ഒരു കാലത്ത് ഹോസ്പിറ്റലിനകത്ത് വീട് വെച്ച് താമസിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു രോഗം കഴിഞ്ഞാൽ അടുത്തത്, അതിരിക്കുമ്പം വേറൊന്ന്. എന്നെ രക്ഷിപ്പാൻ ലോകത്തെ ഒരു ഡോക്ടർക്കും ഒരു ഹോസ്പിറ്റലിലും ഒരു മരുന്നിനും സാധിച്ചില്ല. എൻ്റെ രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവായ യേശുവിന് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറയുന്നൊന്നും കേൾക്കാൻ പോയില്ല. എനിക്ക് രോഗവിവരം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഇവിടെ വന്നിരുന്ന്, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അസുഖം മാറി. ഇറങ്ങിപ്പോയ ജോയിൻ്റ് തിരിച്ചു കയറി ആ സ്ഥാനത്തിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വേദന മാറി, അസ്വസ്ഥതകൾ മാറി, ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അപ്പം ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യണ്ട, എന്താണ് ഈ ക്രീം ഉണ്ടല്ലോ, തേക്കുന്ന ക്രീം, അതങ്ങ് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനതൊന്നും തേക്കാൻ പോയില്ല, ഞാൻ മേടിച്ചതുമില്ല. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ വേദന മാറി, ജോയിൻറ്റ്സ് എല്ലാം ശരിയായി, ഇറങ്ങിപ്പോയ ജോയിൻറ്റ്സ് എല്ലാം തിരിച്ച് ശരിയായി, കൈ സുഖമായി. ഇപ്പം ഞാൻ നല്ലോണം വെയിറ്റ് എടുത്തിട്ടാണ് ജീവിക്കുന്നത്. ആമേൻ. കാര്യം എന്താ? എന്നെ രക്ഷിപ്പാൻ എനിക്കൊരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം.
അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ നിന്നും ഭയം മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ വെയിറ്റ് എടുക്കും. ഇനിയും വെയിറ്റ് എടുത്തിട്ട് ഈ സാധനം ഇങ്ങോട്ട്, ഈ ജോയിൻ്റ് ഇങ്ങോട്ട് താഴ്ന്നാലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. ആമേൻ. നമ്മളെങ്ങനെ എന്താണ് പറയുക, അങ്ങനെ അങ്ങ് ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പാടില്ല. കർത്താവ് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ വിഷയം എന്ത് തന്നെയായാലും അത് കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക. ദൈവം അതിന് വിടുതൽ തരും. ആമേൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ ഇല്ലാത്ത വിശ്വാസം ഉണ്ടെന്ന് കാണിക്കാൻ പാടില്ല. ആമേൻ. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു അസുഖം വന്നു. പ്രാർത്ഥിച്ചു, അത് മാറി, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അസുഖമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ വ്യക്തിയുടെ അമ്മയ്ക്ക് കരൾ രോഗമായിരുന്നു. 2 കിഡ്നിയും അഴിച്ചുപോയി, ഫെയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ല, വീട്ടിൽ കൊണ്ടുപോകുമോ, മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനൊരു രോഗം, സുഖമായി സൗഖ്യമായി എഴുന്നേറ്റിരുന്നു, പൂർണ്ണ ആരോഗ്യവാദിയായി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു രോഗം വരത്തില്ല, കർത്താവ് അത് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വാസമായില്ല. കിഡ്നി രോഗം വരുമ്പം എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അവരത് പിന്നെയും പാലിച്ചു. രോഗമില്ലാത്ത ഒരു വ്യക്തിക്ക് രോഗമുണ്ടെന്ന് പറയുകയും ആ ഉള്ള രോഗത്തിന് പാലിക്കേണ്ട കാര്യങ്ങൾ അവർ പാലിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു? കർത്താവ് അത് പൂർണ്ണമായി വിടുവിച്ചില്ലേ, ഇനി എന്തിനാ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞതാ, ഒരു തവണ ദൈവം രക്ഷിച്ചു, ഇനി എപ്പോഴും ദൈവം രക്ഷിക്കുമെന്ന്. അതെന്താ എപ്പോഴും രക്ഷിക്കാതിരിക്കാൻ കർത്താവ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? കർത്താവ് പറഞ്ഞിരിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടുമില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. അന്ത്യത്തോളം ദൈവം നമുക്ക് വിശ്വസ്തനാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം എപ്പോഴും വിടുതൽ നൽകും, കരുണയേകി അന്ത്യത്തോളം നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ വിടുതൽ നൽകിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? കപട വിശ്വാസം. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത്. ആമേൻ. അതുപോലെ ആയിരിക്കരുത്. നമ്മളെപ്പോഴും കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് സന്തോഷകരമായി മുമ്പോട്ട് പോകത്തുള്ളൂ. ഒരിക്കലും പലവിധ വിചാരങ്ങളാൽ ആകുലപ്പെടരുത്. അതിനെയൊക്കെ അങ്ങ് മാറ്റിക്കളയുക. ആമേൻ. പകരം കർത്താവ് എന്നെ കരുതും എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പിശാച് പല കണക്കുകൂട്ടലുകളും നടത്തും. എന്നാൽ അതൊക്കെ നടപ്പിലാക്കണോ വേണ്ടോ എന്ന് കർത്താവായ യേശു തീരുമാനിക്കും. അതിനാൽ പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.